Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടു നോക്കി. എനിക്ക് അത് കാർഡ് കിട്ടിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അന്ന് കാണാൻ മറക്കണ്ട കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഭയങ്കരമായിട്ട് ഡീവാലുവേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ കുറേ സംഭവങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പോരാത്തതിന് നമുക്ക് ആക്ച്വലി ഈ കാർഡിന് 18 വയസ്സ് അബോവ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ കാർഡ് അപ്രൂവ് ആവുന്നുണ്ട്. അതൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഫ്ലിപ്കാർട്ട് കോപ്പറേറ്റഡ് കാർഡാണ്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നോർമലി നമുക്ക് ഈ കാർഡിൻ്റെ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട് ആൻഡ് മിന്ത്ര ആയിരുന്നു. ഇപ്പോൾ മിന്ത്ര ഇല്ല. മിന്ത്രയ്ക്ക് നമുക്കിപ്പോൾ സെപ്പറേറ്റ് കാർഡ് ഉണ്ട്. കോഡാക്കിൻ്റെ മിന്ത്ര കാർഡ് ഉണ്ട്. നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. കാണാത്തുള്ള പോയി കണ്ടു നോക്കാട്ടോ. അത് എൻ്റെ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നോർമലി 5% ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് ഉണ്ടായിരുന്നത് മാറ്റിയിട്ടുണ്ട്. അത് എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് 3 മാസത്തിൽ 50,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇത് എൻട്രി ലെവൽ കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻട്രി ലെവൽ മാത്രമല്ല, ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ എല്ലാ കാർഡിലും ഇതുപോലെ കുറേ ഉടായ്പ സംഭവങ്ങൾ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക റെസ്ട്രിക്ട് ചെയ്തു ക്രെഡിറ്റ് കാർഡ്. ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഭയങ്കരമായിട്ട് ഡിവാല്യൂ ചെയ്തു. ഒടുക്കത്തെ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇത് ആക്ച്വലി നമുക്ക് കാർഡ് എടുക്കുമ്പോൾ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വോച്ചറും ചിലവർക്ക് 1500 രൂപയുടെ വോച്ചറും കിട്ടുന്നുണ്ട്. ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾക്കത് എടുക്കുമ്പോൾ കാണിക്കൂട്ടാ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവർക്ക് ക്യാഷ് ബാക്ക് ഫ്ലാറ്റ് 4% ക്യാഷ് ബാക്ക് ഇവരുടെ പാർട്ട്നേഴ്സിനുണ്ട്. അതായത് സ്വിഗ്ഗി, PVR, ഊബർ, ടാറ്റ പ്ലേ, ക്ലിയർ ടിപ്പ് ഇതവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എന്താ പറയുക ഇവരുടെ പാർട്ട്നേഴ്സിനെ അവരെ എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതായത് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ PVR ഉണ്ടാവണമെന്നില്ല എന്ന്. അതാണ് എന്താ വെച്ചാൽ ഈ ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിൽ മാറാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് 1.5% ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് 1% ആക്കിയത്. അതാണ് ഭയങ്കര അടുത്തൊരു ഒടുക്കത്തെ ഡിവാലുവേഷൻ. ഇത് 1.5% എന്ന് പറയുന്നത് നല്ലൊരു സംഭവമായിരുന്നു. വെച്ചാൽ ഇതിനായിട്ട് കോമ്പറ്റീഷൻ വരുന്നുണ്ടായിരുന്ന ആമസോണിൻ്റെ ഇപ്പോൾ ICICI കാർഡായിരുന്നു. അതിന് 1% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സെയിം ആയിട്ടുണ്ട് കേട്ടോ. അത് ഫ്രീ കാർഡാണ്. ഇത് ഫ്രീ കാർഡല്ല. അതാണ് എടുത്ത് പറയാനുള്ള വേറൊരു പ്രശ്നം. പിന്നെ നമുക്ക് 15% ക്യാഷ് ബാക്ക് ഓൺ ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സംഭവത്തിലൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇവരുടെ ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡിൻ്റെ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്കിതിൽ പിന്നെ നമ്മുടെ ഇവരിൽ നമുക്ക് സ്വിഗ്ഗിയുടെ സ്വിഗ്ഗിയുടെ നമുക്ക് ഓഫേഴ്സും സംഭവം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 100 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓഫറൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യണമെങ്കിൽ 3.5 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം. ഇത് 2 ലക്ഷം ആയിരുന്നു. ആദ്യം ഇത് 50,000 ആയിരുന്നു. പിന്നെ അവർ കൂട്ടിയിട്ട് 2 ലക്ഷം ആക്കി. ഇപ്പോൾ 2 ലക്ഷവും കൂട്ടി 3.5 ലക്ഷം ആക്കി. 3.5 ലക്ഷമൊക്കെ എങ്ങനെ ആനുവലി സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻട്രി ലെവൽ കാർഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പോരാത്തിന് ഈ കാർഡ് കുറേ പേർക്ക് അപ്രൂവ് ആവുന്നത് 15,000 ലിമിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കൊല്ലത്തിൽ 3 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ പറ്റുക? അതൊക്കെ കുറച്ച് ബോറ് പരിപാടിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കൂടിയിട്ടുണ്ട്. അത് അങ്ങനെ 3 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അവരുടെ പരിപാടി. ആഡ് ഓൺ കാർഡിന് ജോയിൻ ഫീസും സംഭവമൊന്നും ഇല്ല. അത് പിന്നെ പോട്ടെ. അത് നോർമലി മിക്ക കാർഡിനും ഇപ്പോൾ ഇല്ല. പിന്നെ നമുക്ക് നോർമൽ വരുന്ന ഫൈനാൻസ് ചാർജുകളാണ് 3.6% പെർ മന്ത്. നിങ്ങൾ ബില്ല് കറക്റ്റ് ഡ്യൂ ഡേറ്റ് മുമ്പ് അടച്ചില്ലെങ്കിൽ ക്യാഷ് വിഡ്രോവൽ ഫീ ആയിട്ട് 2.5% മിനിമം 500 രൂപ വരുന്നുണ്ട്. പിന്നെ ലേറ്റ് പേയ്മെൻറ്റിന് പെനാൽറ്റി സംഭവമുണ്ട്. ഏറ്റവും കുറവ് 500 രൂപയാണ്. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ എത്ര രൂപ ഉണ്ട്, എത്ര രൂപ പെനാൽറ്റി ഉണ്ട്, എത്ര ഡേയ്സ് ആയി. ഓവർ ലിമിറ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 2.5% ഓവർ ലിമിറ്റ്. ഞാൻ ഓവർ ലിമിറ്റ് ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. അത് നിങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഫോറിൻ കറൻസി ചാർജ് വരുന്നത് 3.5%. അതായത് മാർക്കപ്പ് ചാർജ് 3.5%. പിന്നെ നമുക്ക് എന്താ പറയുക ഫ്യൂവൽ സർചാർജ് വേ ഓഫ് ഉണ്ട് 1%. GST നമുക്ക് എക്സ്ട്രാ. അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഫ്യൂവൽ അടിക്കുമ്പോൾ കുറേ പേർക്ക് അറിയില്ല. നമ്മൾ എടുത്ത് പറയുന്നത് നമ്മൾ ഏത് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ അടിച്ചാലും നമുക്ക് എക്സ്ട്രാ ഒരു 1% പ്ലസ് GST വരും. അതാണ് അതിൻ്റെ സർചാർജ്. പക്ഷേ നമുക്ക് ബാക്കി മിക്ക എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് 1% സർചാർജ് വേ ഓഫ് ഉണ്ട്. അതായത് ആ 1% നമുക്ക് തിരിച്ചു കിട്ടും. ഇത്ര ലിമിറ്റിനുള്ളിൽ നോർമലി 3,000 രൂപ 500 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് ഈ സർചാർജ് വേവ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ കാർഡിലും ഉണ്ട്. കുറേ പേര് നമുക്കിത് ഇത് ഈ സെയിം സാധനം കമൻറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ഈ സർചാർജ്, ഫ്യൂൽ അടിക്കുമ്പോൾ എക്സ്ട്രാ ചാർജ് പിടിച്ചോ എന്ത് സംബന്ധം ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഈ കാർഡിനല്ല, മൾട്ടിപ്പിൾ കാർഡ്സിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 18 വയസ്സായ ബോളർക്ക് കിട്ടുന്നുണ്ട് സുഖമായിട്ട്. പിന്നെ മിനിമം സാലറി ഒക്കെ 12,000 ബോളർക്കൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനായിരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ പ്രീ അപ്രൂവൽ ഓഫർ വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ഇപ്പോഴത്തെ തൽക്കാലത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ സെക്ടറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും മാറ്റം വരുന്നത് എന്തായാലും ഒരു കൊല്ലത്തേക്ക് മാറ്റം വരാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഇതുപോലെ പ്രത്യേകിച്ച് എൻട്രി ലെവൽ കാർഡുകളിൽ എന്താ പറയുക
ഡിവാലുവേഷൻ ഭയങ്കരമായിട്ട് നടക്കൂട്ട എന്ന് വെച്ചാൽ ഇവർ മാക്സിമം പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ന്യൂ ക്രെഡിറ്റ് കാർഡ്സുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ആ ടൈമിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ അവർ ഇതുപോലെ പതുക്കെ കുറച്ച് വരും. പക്ഷേ അതാണ് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. വെച്ചാൽ പുതിയ കാർഡുകൾ ഇറങ്ങും. അതാണ് കോമ്പറ്റീഷൻ ഉള്ളതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ മോണോപ്പൊളി ആയി കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണത്തിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.